ദാ ഒരു കുട്ടനാടൻ താറാവിനെ കിട്ടിയിട്ടുണ്ട്. ഒന്നല്ല രണ്ടെണ്ണം കിട്ടി. രണ്ട് രീതിയിൽ കറി വെക്കാം. പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു താറാവ് റോസ്റ്റ് നമുക്കൊന്നും ഉണ്ടാക്കിയാലോ. നമുക്ക് നാട്ടിൽ പോകുമ്പോഴാണ് ഞാൻ താറാവിനെ വാങ്ങാറ് സാധാരണ. അപ്പം ഇന്നലെ പെട്ടെന്ന് ഞാനൊന്ന് പോയി വന്നു. അപ്പോഴത്തേനും 2 താറാവിനെ മേടിച്ചുകൊണ്ടാണ് വന്നേ. നോക്കിയേ, നല്ല നെയ്യുള്ള താറാവാ കേട്ടോ. അപ്പം കുട്ടനാടൻ രീതിയിൽ ഒരു താറാവ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വായോ. നമുക്ക് ഈ താറാവിനെ ഒന്ന് ഇനിയും നല്ല വൃത്തിയാക്കി അവർ തന്നേക്കുന്നത് കേട്ടോ. നല്ല പോലെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടേ ഇച്ചിരി ഉപ്പ് നല്ല പോലെ ഒന്ന് തിരുമ്മി കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ആദ്യം ഉപ്പിട്ടൊന്ന് കഴുകി, അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം നമുക്ക് വിനാഗിരിയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തേച്ചൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തത് അതിൻ്റെ അടിയിലുള്ള ഒരു ഇതുണ്ടല്ലോ, ഉളുമ്പുണ്ടല്ലോ, അതും അവർ കട്ട് ചെയ്താൽ തന്നെ കേട്ടോ. ഇതിൻ്റെ മൂട്ടിലൊരു ഉളുമ്പുണ്ട്, അത് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് കളയണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് പതിയെ വെട്ടി ഞുറുക്കി എല്ലാം എടുക്കാവേ. ആദ്യം കൈകൾ രണ്ടും നമുക്ക് വെട്ടി ഇങ്ങെടുക്കാം. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പുറത്തിട്ട് വെച്ച് ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ. ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടാണ് വെട്ടി. അപ്പം നിങ്ങളെ ഇന്ന് ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യുന്നത്, ഉടുപ്പയിലൊക്കെ ചാടിക്കാതെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഉള്ള ഒരു മുട്ടിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. തടിയുടെ മുട്ടിയില്ലേ, അതേ വെച്ചിട്ട് ടക്ക് ടക്ക് 2 വെട്ട് പണി തീരും. ഇപ്രാവശ്യത്തെ താറാവേ നല്ല താറാവായിരുന്നു കേട്ടോ. ഇതാ നോക്കിയാൽ നല്ല നെയ്യുള്ള താറാവാണേ. അപ്പം നല്ല ടേസ്റ്റും ആയിരിക്കും കറിക്ക് കണ്ടോ. നല്ല താറാവിനെ ഇപ്രാവശ്യം കിട്ടിയ. ചിലപ്പോൾ കിട്ടും പേട്ട താറാവ്, ഇറച്ചി ഉണ്ടാവില്ല. ഒത്തിരി വലിയ പീസാക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ താറാവൊക്കെ റെഡിയാക്കി ഇതാ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടുന്നത് എന്നാണെന്നറിയോ? ഞാൻ ചെറിയുള്ളി തന്നെയാണ് എടുത്തേക്കുന്നത്, അതിനാണ് ടേസ്റ്റ്. നിങ്ങൾക്ക് ചെറിയുള്ളി ഇല്ല എങ്കിൽ അല്ലെ തൊലിത്ത് പൊളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സവോള എടുത്തോ 3 എണ്ണം. ഇത് ഞാൻ ഒരു 300-350 ഗ്രാം ചെറിയുള്ളി ഉണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതാ കുറച്ച് 1.5 കുടം വെളുത്തുള്ളി തൊണ്ട് വിളിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഫിംഗറിൻ്റെ വലിപ്പത്തിൽ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് നമ്മൾ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര്. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മൾ ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് പറയാം. വളരെ സിമ്പിളായിട്ട് നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് വേണ്ടുന്നത് കുരുമുളക്, അന്നേരം തന്നെ പൊടിച്ചെടുത്ത കുരുമുളക്. നമുക്ക് കാശ്മീരി ചില്ലിയൊക്കെ കുറച്ചിട്ട് കുരുമുളക് ഇച്ചിരി കൂട്ടി കൊടുക്കാം, അതിനായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ താറാവിനെ ഒരു കുക്കറിലേക്ക് ഇടുക. ബ്രോയിലർ താറാവാണെങ്കിൽ നമുക്ക് കുക്കറിൽ വെക്കണ്ട, നമ്മൾ സാധാരണ നമ്മുടെ പാത്രത്തിൽ വെച്ച് വേവിക്കാം. നമുക്ക് അടുപ്പ് വെച്ചാൽ മതി. ഇത് നാടൻ താറാവാണ്, കുറച്ച് വേവുണ്ടാവും. 3 വിസിലെങ്കിലും എന്താണ് വേണം. 1 എണ്ണം ഫുൾ ഫ്ലെയിമിലും പോകണം, 2 എണ്ണം സിമ്മിലും ആക്കിയിട്ട് പോകണം കേട്ടോ, എന്നാലേ അത് വേഗുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഇടുന്നത്, കുക്കറിൽ നമ്മൾ നമ്മുടെ താറാവിനെ ഇട്ടിട്ടുണ്ട്. ഇതാ കുറച്ച് കറിവേപ്പില ഇട്ടു, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടു, കുറച്ച് ഇഞ്ചിയും. ബാക്കി നമുക്ക് നമ്മുടെ ഉള്ളിയുടെ കൂടെ ചേർക്കേണ്ടതാണ്. അതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി. ബാക്കി നമുക്ക് ആവശ്യമുണ്ട് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ഇതിനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു. അതായത് ഒരു 100 ml ഒക്കെ ഉണ്ടാവും ആ കപ്പ് കേട്ടോ, അതിൻ്റെ 3/4 ഗ്ലാസ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേവിക്കാം. കുക്കറൊക്കെ അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ, സിമ്മിലാക്കി 2 വിസിൽ. നമ്മളിത് വേവിക്കാൻ വെച്ചപ്പോഴേ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചായിരുന്നേ, അത് പറയാൻ മറന്നുപോയതാ കേട്ടോ. അപ്പം എല്ലാവരും അതിനകത്ത് ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കണേ. ഇനി നമ്മുടെ കുക്കർ 3 വിസിലടിച്ചു. പതിയെ എയറൊക്കെ പോയി കഴിയുമ്പോഴത്തേനും നമുക്കത് തുറന്നു നോക്കാം. ഇപ്പം നമുക്ക് ചീനിച്ചിട്ട് അടുപ്പ് വെച്ചു. നല്ലപോലെ ചട്ടി ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതാ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അധികം എണ്ണ വേണ്ട കേട്ടോ, നല്ല നെയ്യുള്ള താറാവാണേ. ഇനി നമ്മൾ ഇതിലേക്ക്
അരമുറി തേങ്ങയുടെ കൊത്ത്. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതാ 3 വറ്റൽമുളക് മുറിച്ചതാണേ, അതൊന്ന് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാവേ, നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ഇതാ ഒരു 300 ഗ്രാം ചെറിയുള്ളി ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. താറാവിന് നമ്മൾ ചേർത്തിട്ടുണ്ട് പാകത്തിന്. ഇപ്പം ചെറിയുള്ളി ഇപ്പം നിർബന്ധമൊന്നുമില്ല. ചെറിയുള്ളി ഇല്ല എങ്കിൽ അല്ലെ പൊളിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ 3 സവോള എടുത്തു കേട്ടോ. നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ചുമന്ന് വരുന്നുണ്ട്. ഇത്രയും ചുമക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. ഇനി നമ്മൾ ചേർക്കുന്നത് എന്നാണെന്നറിയോ? ഇതാ കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കണം. കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കണം. ആ കൂട്ടത്തിൽ തന്നെ 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അതും ചേർത്തു. ഇനി ഇതിൻ്റെ ഒന്ന് പച്ചച്ചുവ മാറി കഴിയുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് തക്കാളി നല്ലപോലെ വേകണം. ഇങ്ങനെ ഉണ്ടാക്കിയാലുണ്ടല്ലോ ആ നാടൻ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് വരും. ഇച്ചിരി പാടുണ്ട്, പക്ഷെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്കേ നമ്മുടെ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതങ്ങിട്ട് കൊടുക്കാവേ. ഇനി ഈ തക്കാളി നല്ലപോലെ വേകട്ടെ. നമ്മുടെ തക്കാളിയൊക്കെ അങ്ങനെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. പൊടി ഐറ്റംസ് ഇതാ മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമുള്ള 1/4 സ്പൂൺ ഇട്ടു. കാശ്മീരി ചില്ലി 1/2 സ്പൂൺ ഇട്ടു. നമുക്ക് കുരുമുളകാണ് കൂടുതൽ വേണ്ടിയത്. അതുപോലെ തന്നെ ഗരം മസാല 1/2 സ്പൂൺ ഇട്ടു. എടുത്ത് വെച്ചിരുന്ന ബാക്കി മല്ലിപ്പൊടി 1 സ്പൂൺ എടുത്ത് വെച്ചാണ്, അതിൻ്റെ ബാക്കിയും കൂടെ ഇട്ടു. കുരുമുളക് പൊടിയാണ് കേട്ടോ 1 സ്പൂൺ. ബാക്കിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഇനി നമ്മുടെ താറാവിനെയൊക്കെ ഒന്ന് തുറന്ന് നോക്കണം. വെന്തിരിക്കുകയാണ്, വേണ്ട വെന്തിട്ടുണ്ട് നല്ല പോലെ. എല്ലേന്നൊക്കെ വിട്ടാണ്ടോ. മസാലകളൊക്കെ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ താറാവിനെ എടുത്തിടണം. ഇതാ അതിന് മുമ്പ് ആദ്യമേ ഇല്ലേ ഇതിനകത്തൊന്ന് കണ്ടോ നെയ്യ് കണ്ടോ? ആ നെയ്യ് ആദ്യം ഒന്ന് നമുക്കിടാവേ. എന്നിട്ട് ആ താറാവിൻ്റെ ആ ഒരു മസാലയിൽ ആ ഫ്ലേവറൊക്കെ വരുമ്പോൾ ഇല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ പൊടികളൊക്കെ ഒന്നേ ലൂസ് ആവാൻ വേണ്ടിയിട്ടാണ് താറാവിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തത് കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ താറാവിനെ എടുത്ത് കമത്താം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. എനിക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടേ, ഇതാ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തു. പിന്നെ എരിവൊക്കെ ഉണ്ട്, മതി, എരിവൊക്കെ മതി. പിന്നെ നമ്മുടെ അതെ കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ടു. നന്നായിട്ട് ഇളക്കുക. ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയി പോകരുത് കേട്ടോ. റോസ്റ്റ് എന്ന് പറയുമ്പം ഡ്രൈ അല്ലല്ലോ. പിന്നെ നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പരുവത്തിൽ കണ്ടോ ഒരു കുഞ്ഞ് ഗ്രേവിയൊക്കെ ആയിട്ട് കണ്ടോ ഇങ്ങനെ കഴിക്കണം. നല്ല ടേസ്റ്റാണ്, കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ കണ്ടോ. കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. നല്ല നെയ്യുള്ള താറാവായിരുന്നേ, അതുകൊണ്ടാണ്. പിന്നെ ഇത് താറാവ് കിട്ടത്തില്ല എന്നൊന്നും ആരും പറയണ്ട കേട്ടോ. നമുക്ക് താറാവ് കിട്ടും എല്ലാ മാളുകളിലും. പിന്നെ എന്താ നെസ്റ്റോയിലൊക്കെ ഇപ്പോൾ താറാവുണ്ട്. അത് നമ്മുടെ ഫ്രോസൺ ആയിരിക്കും, നാടനായിരിക്കത്തില്ല. എന്നാലും ഒരു പ്രാവശ്യം നമ്മുടെ കൊതിക്കുണ്ടാക്കി മേടിച്ച് തിന്നാലോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ടേസ്റ്റ് നോക്കണ്ടേ? ഞാനും ഇവിടെ ഇങ്ങനെ ബലം പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ടേസ്റ്റ് നോക്കാൻ. കണ്ടോ 2 തേങ്ങാക്കൊത്തും ഇച്ചിരി ഗ്രേവിയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇതാ നോക്കിയേ, ആദ്യം തന്നെ ഒരു തേങ്ങാക്കൊത്തെടുത്ത് തിന്നാം. പലരും പറയാറുണ്ട് ചേച്ചി കൊതിപ്പിക്കല്ലേ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നല്ല താറാവ് വരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചിലർ ചോദിക്കും ഇതിനകത്ത് കാഷ്യൂ അരച്ച് ചേർക്കണ്ടേ, പിന്നെ എന്താ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവില്ലേ? വേണ്ടെന്നേ, അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ നമുക്ക് ടേസ്റ്റ് കിട്ടും. നമ്മുടെ അമ്മമാരൊക്കെ താറാവ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കാഷ്യൂ ഒക്കെ ചേർക്കുമായിരുന്നു. ഒന്നുമില്ല, ഇതാ നോക്കിക്കേ.
ചൂടാ. ഞാൻ ഇന്നിപ്പോൾ തിന്നാൻ പോകുന്നേ പത്തിരിയുടെ കൂടെയാണ് കേട്ടോ. എല്ലാവരും വാങ്ങിച്ചുണ്ടാക്കി നോക്കണേ. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.